എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പൂര അടിയായിരിക്കും, എന്നെ കുറച്ച് തെറി വിളിക്കുന്നവരും ഉണ്ടാവും. ഞാൻ ഇത് സിമ്പിളായിട്ട് സംഭവം പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിട്ട് പറ ഇതിൽ ന്യായം ആരുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ ന്യായം അന്യായം എന്താണെന്നുള്ളത്. ഒരു പുതിയ വാഹനം 2026 മാനുഫാക്ചറിങ് 2-ാം മാസം മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു പുതിയ വാഹനമാണിത്. ഈ വാഹനം ഞാൻ PDA ചെയ്യാൻ പോയ സമയത്ത് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെക്കുന്നത് ഇയർ ബാഗ് വാഹനങ്ങളിൽ അങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇയർ ബാഗ് വാഹനം അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി ഊരി അത് മിസ്യൂസ് ചെയ്തു എന്ന് ഞാൻ പറയും. കാരണം ഒന്നെങ്കിൽ ഏതെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി എടുത്ത് അതിലിട്ട് കൊടുത്തായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഇഷ്യൂസ് വന്നതായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ PDAക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം, ആണ് ചില ആളുകൾക്ക്. പക്ഷെ കാശ് കൊടുക്കുന്ന ആളോട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങൾ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നത് ഒരു റിസ്ക് നിങ്ങൾ എന്തിനെടുക്കുന്നത്? കാരണം ഞാൻ ഇത്രയും 100-250 വാഹനം ഞാൻ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ കണ്ട വാഹനങ്ങളിലൊന്നും ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല. പഴയ വാഹനങ്ങളൊക്കെ. പുതിയ വാഹനങ്ങൾ, ഈ റീസെൻറ്റ് വാഹനങ്ങൾ ഇത് അഴിക്കേണ്ട ഒരു കാര്യമില്ല. സോ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് റിസ്ക് എടുക്കുന്നത്? ഇതിൻ്റെ കാരണം ഇനി എന്തും ആയിക്കോട്ടെ, അനാവശ്യമായി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പുത്തൻ വാഹനത്തിൻ്റെ ബാറ്ററി ഊരി വെക്കേണ്ട കാര്യമുണ്ടോ? ആ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്ത് എക്സ്ക്യൂസ് ആയിക്കോട്ടെ, ഇനി എന്ത് വിഷയം ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ഇഷ്യൂ ആണെങ്കിൽ ഓക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ എൻ്റെ ക്ലയൻറ്റിന് ആ വണ്ടി വേണ്ട. മാനുഫാക്ചറിങ് ഇഷ്യൂ വന്നിരിക്കുന്ന ഒരു വണ്ടി എൻ്റെ ക്ലയൻറ്റിന് വേണ്ട. സോ ഞാൻ എടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ നിങ്ങൾ പറ.